അല്പസമയത്തിന് മുൻപ് ലോക്സഭയിൽ വിനേഷിനെ വിലക്കിയത് നിയമാവലി അനുസരിച്ചാണെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, 2 തവണ പരിശോധന നടത്തിയപ്പോഴും വിനേഷ് ഫോഗട്ടിന് ഭാരം കൂടുതലായിരുന്നു. വിനേഷിനായി കേന്ദ്ര സർക്കാർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവാണ് ഈ ഒരു തിരിച്ചടിക്ക് കാരണമെന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ലോക്സഭയിൽ വ്യക്തമാക്കിയത്? വിനേഷ് ഫോഗട്ടിനെ അയോഗ്യതാക്കിയതിന് പിന്നാലെ കടുത്ത നിരാശയിൽ തന്നെയാണ് രാജ്യം. മെഡൽ ഉറപ്പിച്ച ഒരു കായിക താരം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഭാരക്കൂടുതലായതിനാലാണ് ഇത്തരത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ അയോഗ്യനാക്കിയത്. എന്നാലും അല്പസമയത്തിന് മുൻപ് ഈ ലോക്സഭയിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര കായിക മന്ത്രി വിനേഷ് ഫോഗട്ടിനെ അയോഗ്യനാക്കിയതെന്ന് വ്യക്തമാക്കിയത്? രജനി, പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഒപ്പം സർക്കാരിന്റെ ഭാഗത്തുള്ള വിശദീകരണവുമാണ് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പാർലമെന്റിൽ പങ്കുവച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. 2 തവണ ഇത്തരത്തിലൊരു ഭാര പരിശോധന ഗുസ്തി താരത്തിന് നടത്തി. അതിൽ 100 ഗ്രാം കൂടുതൽ 50 കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ മത്സരിക്കുന്നത്. ആ നിശ്ചയിച്ചിട്ടുള്ള ഭാരത്തെക്കാൾ കൂടുതൽ ഭാരം ഈ പരിശോധനയിൽ വന്നതുകൊണ്ടാണ് ഒരു അയോഗ്യത ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രായോഗികമായി യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ സാധിക്കില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ മുൻപോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനോട് ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ നിലവിൽ പാരീസിലാണുള്ളത്. ഈ ഒളിമ്പിക്സ് ഇന്ത്യൻ സംഘത്തോടൊപ്പം PT ഉഷയും പാരീസിലുണ്ട്. PT ഉഷയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഗുസ്തി താരത്തിന് ഒപ്പം ഈ താരങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഭാരപരിശോധനയിൽ ഒരു ഭാരക്കൂടുതൽ വിനേഷ് ഫോഗട്ടിന് വന്നതുകൊണ്ടാണ് ഈ ഒരു അഭിമാന മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ഒരു അഭിമാന നേട്ടത്തിനരികെ നിന്ന് താരത്തിന് പിൻവാങ്ങേണ്ടി വന്നത്, അതിൽ അയോഗ്യയാക്കപ്പെടേണ്ടി വന്നത് എന്നുള്ള വിശദീകരണമാണ് അതിന്റെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള വിവരശേഖരണം, അതിന്റെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളും സർക്കാരിന്റെ നിലപാടുകളുമാണ് ഏതായാലും ഇത്തരത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞിട്ടുള്ളത്. കാരണം രാജ്യം മുഴുവൻ കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ഗുസ്തി ഫൈനൽ എന്നുള്ളത്. അവിടെ വെള്ളി ഉറപ്പിച്ചുകൊണ്ട് സ്വർണത്തിനായി പോരാടാൻ ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഭാരപരിശോധനയിൽ 100 ഗ്രാം ഭാര കൂടുതൽ ഉള്ളതുകൊണ്ട് വിനേഷ് ഫോഗട്ടിന് ഈ ഒരു മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പരിശോധിക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ വളരെ ശക്തമായ മത്സരം നടത്തിക്കൊണ്ട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സെമി ക്വാർട്ടറിലാണെങ്കിലും അല്ലെങ്കിൽ സെമി ഫൈനലിലാണെങ്കിലും വളരെ കൃത്യമായ മത്സരം നടത്തിക്കൊണ്ട് ഗുസ്തിയിൽ വളരെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് വിനേഷ് ഫോഗട്ട് സെമി ഫൈനലിലേക്ക് എത്തിയത്. വെള്ളി ഉറപ്പിക്കുകയും സ്വർണത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കാനിരിക്കെയാണ് ഈ ഒരു ഭാരപരിശോധനയിൽ താരത്തിന് അയോഗ്യത നേരിടേണ്ടി വന്നത്. എന്തായാലും ചരിത്ര മെഡൽ നേട്ടത്തിന് അരികെ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് വിനേഷിന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത്. വിനേഷിനെ വിലക്കിയത് ഒളിമ്പിക്സ് നിയമാവലി അനുസരിച്ചെന്നാണ് കേന്ദ്ര കായിക മന്ത്രി ലോക്സഭയിൽ വിശദീകരണം നൽകിയത്. ഏതായാലും മൻസുഖ് മാണ്ഡവ്യയുടെ പ്രതികരണം കൂടെ കേൾക്കാം. भारतीय रेसलर विनेश फोगाट को तय कैटेगरी में ज़्यादा वजन 100 ग्राम होने की वजह से पेरिस ओलंपिक से बाहर होना पड़ा है। विनेश 50 केजी की कैटेगरी में खेल रही थी। स्पर्धा के लिए विनेश का वजन 50 किलोग्राम होना अनिवार्य था। UWW के नियमों और विनियमों के अनुसार सभी प्रतियोगिताओं के लिए संबंधित श्रेणी के लिए प्रत्येक सुबह वजन माप का आयोजन किया जाता है। अनुच्छेद 11 के अनुसार यदि कोई एथलीट वजन माप प्रथम अथवा द्वितीय में भाग नहीं लेता है अथवा असफल हो जाता है
तो उसे प्रतियोगिता से बाहर कर दिया जाता है और बिना किसी रैंक के अंतिम स्थान पर रखा जाता है। 7 अगस्त 2024 को 50 किलोग्राम महिला कुश्ती के लिए वजन का निर्धारण 7:15 നീണ്ട വിശദീകരണമായിരുന്നു ലോക്സഭയിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യനാക്കിയ ആ ഒരു നടപടിയിൽ വിശദീകരണം നൽകിയത്. ഭാരം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ നിന്ന് അയോഗ്യനാക്കിയത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവസാന തീരുമാനം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് കമ്മിറ്റിയുടേതാണ്. അതാണ് ഈ വിനേഷ് ഫോഗട്ടിനുള്ള മത്സരത്തിൽ വിലക്ക് ഉണ്ടായത്. എന്തായാലും രാജ്യം കടുത്ത നിരാശയിൽ തന്നെയാണ്. വിശദീകരണം നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.